എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നിവിടെ ചെയ്യുന്നത് മാരുതി ആൾട്ടോ ഒരെണ്ണം ടൈം ബെൽറ്റ് പൊട്ടി വന്നതാണ്. അതിൻ്റെ ബെൽറ്റ് മാറുന്ന ഫുൾ വീഡിയോ ആണ് കാണിക്കുന്നത്. ഇവന് LXI ഓപ്ഷനാണ്, അത് AC പവർ സ്റ്റിയറിങ്. അപ്പോൾ AC നമ്മൾ ACയുടെ കംപ്രസർ ഊരിയാൽ ബെഡ് കാര്യങ്ങളൊക്കെ എല്ലാം അഴിച്ചാൽ മാത്രമേ ബെൽറ്റ് മാറാൻ പറ്റുള്ളൂ. അപ്പോൾ AC ഉള്ള വണ്ടിക്ക് നമ്മൾ ബമ്പർ അഴിക്കണം. ബമ്പർ ഞാൻ ഓൾറെഡി അഴിച്ചു കഴിഞ്ഞായിരുന്നു കംപ്ലയിൻറ്റ് വന്നപ്പോൾ. അതിൻ്റെ താഴെയുള്ള ബെഡാണ് ഇപ്പോൾ അഴിക്കുന്നത്. എഞ്ചിൻ പുള്ളി ലോക്ക് ചെയ്തിട്ട് അതും അഴിച്ചതിന് ശേഷം ഇപ്പോൾ സൈഡിൽ ഒരു ബെഡുണ്ട്, ഇതിൽ ACയുടെ കംപ്രസർ പിടിപ്പിക്കുന്നു. ആ ബെഡ് ഇത് അഴിച്ചെടുത്തിരിക്കുന്നു. എൻജിൻ പുള്ളി, ഇതാണ് അതിൻ്റെ എൻജിൻ പുള്ളി. നമ്മളിപ്പോൾ അതാണ് അഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് രണ്ട് ഗാഡിയുണ്ട്, ഒന്ന് AC വരുന്ന ഗാഡി, ഒന്ന് ആൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് പിടിപ്പിക്കുന്ന കാര്യം. എല്ലാം 4PK ബെൽറ്റ്, 4PK 720, 4PK 3PK 760, ഇത് രണ്ട് ബെൽറ്റാണ് ആ ഗാഡിയിൽ വരുന്നത്. ഇതിൻ്റെ ബെഡുകൾ ഇളക്കണം. എഞ്ചിൻ ബെഡാണിത്. ഇങ്ങനെ വലത്തെ സൈഡിൽ എഞ്ചിൻ ബെഡ് വരുന്നതാണ്. അതിൻ്റെ സൈഡ് ഇളക്കിയാലേ നമുക്ക് ടൈമിങ്ങിൻ്റെ കവർ അഴിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ അഴിക്കുന്ന എഞ്ചിൻ ബെഡാണ്. അതിൻ്റെ സൈഡിലൊരു വലത്തെ സൈഡിലൊരു എഞ്ചിൻ ബെഡ് വരുന്നുണ്ട്. ആ ബെഡ് മസ്റ്റായിട്ട് അഴിക്കണം. ഇത് ടൈമിംഗ് കവറിൻ്റെ ബോൾട്ടാണ് നമ്മളിപ്പോൾ അഴിച്ചുകൊണ്ടിരിക്കുന്നത്. ടൈമിംഗ് കവറിൻ്റെ ഏകദേശം ഒരു 6 ബോൾട്ടോളം ഉണ്ട്. അത് നമ്മളിപ്പോൾ ഇളക്കിയതിന് ശേഷം ഈ അകത്ത് കാണുന്നതിന് ക്യാമിൻ്റെ വീല്, അതിൻ്റെ ടൈമിങ്ങിൻ്റെ ബെൽറ്റ്, ടെൻഷനറൊക്കെ കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ ടൈമിങ് ലോക്ക് ചെയ്തിട്ട് ക്യാമിൻ്റെ വീൽ അഴിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പുള്ളറുണ്ട്. ഈ പുള്ളർ ഉപയോഗിച്ച് അത് ഊരിയെടുത്തു. പിന്നെ താഴെ ഒരു ഇതിൻ്റെ ഒരു ടെൻഷനർ കൊടുത്തിട്ടുണ്ട്. ആ ടെൻഷനർ LNGയുടെ ബോൾട്ടാണ് സാറിന് വരുന്നത്. അത് എടുത്തതിന് ശേഷം ഇതൊരു ക്യാമിൻ്റെ സീല് പോയിട്ടുണ്ടായിരുന്നു. ഈ ക്യാമിൻ്റെ സീല് അതിന് ഇടയ്ക്ക് വരുന്നുണ്ട്. ആ സീലും കൂടെ ലീക്കുള്ളതുകൊണ്ട് ബെൽറ്റ് നിൽക്കത്തില്ല. അപ്പോൾ അതിലോട്ട് ഓയിൽ വീണ് കഴിഞ്ഞ് അപ്പോൾ നമ്മളത് ഇളക്കിയെടുത്തു. ക്രാങ്കിൻ്റെ താഴത്തെ ക്രാങ്കിൻ്റെയും സീല് അപ്പോൾ ഡാമേജ് പോലെ കണ്ടു. അപ്പോൾ അതും മാറണം. രണ്ടും സെറ്റോടെ മേടിക്കാൻ കിട്ടുന്നത്. അത് MGP തന്നെയാണ് നമ്മൾ സാറിന് യൂസ് ചെയ്യുന്നത്. ഒറിജിനൽ പാർട്സ്, മാരുതി ജൂനിയർ പാർട്സ്. അപ്പോൾ അതിൻ്റെ തന്നെയാണ് സീല്. അതിൻ്റെ തന്നെ ഓയിൽ സാധനം മാരുതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മളത് കയറ്റി ക്യാമിൻ്റെ സീല് ഇതിനകത്ത് ആഡ് ചെയ്തു. വീണ്ടും അതിൻ്റെ ടൈമിങ്ങിൻ്റെ പ്ലേറ്റാണത്. അതിലാണ് അതിൻ്റെ ക്യാമിൻ്റെ മാർക്ക് അതേ വരുന്നുണ്ട്. അപ്പോൾ ആ പ്ലേറ്റ് ഇപ്പോൾ നമ്മൾ ഒരു 3 ബോൾട്ടാണ് വരുന്നത്, 10ൻ്റെ 3 ബോൾട്ട്. അത് വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഗാഡിയുണ്ട്. ആ ഗാഡി ഈ ക്യാമിൻ്റെ ഗാഡിയായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ പുള്ളർ വെച്ച് മുറുക്കുന്നത് നല്ല വലിച്ച് മുറുക്കണം. ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ടൈമിങ് ഔട്ടായി പോകും. ടൈമിങ് ഔട്ടായി പോയിട്ടുണ്ടെങ്കിൽ ഈ മെയിനായിട്ട് ക്യാമിൻ്റെ ഗാഡിയും പോവും, വീലും പോവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ എപ്പോഴും നല്ല ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതിന് ശേഷം താഴെ ക്രാങ്കിൻ്റെ ഈ കാണുന്നതാണ് അതിൻ്റെ പുള്ളിയിൽ മാർക്കുണ്ട്. ആ മാർക്ക് താഴെ ആ ഓയിൽ പമ്പയിൽ തന്നെ ഒരു മാർക്ക് വരുന്നുണ്ട്. ആ മാർക്കുമായിട്ട് സെയിം ആയിരിക്കണം. ഇത് ക്യാമിൻ്റെ വീലും ക്യാമിൻ്റെ മാർക്കുമാണ് ഈ കാണുന്ന മണ്ടയിൽ. ഈ മാർക്കുമായിട്ട് നേരെ തന്നെ വരണം. ഇത് ക്രാങ്കിൻ്റെ ഈ മാർക്കും നേരെയുള്ള മാർക്കും ഒന്നിച്ച് വന്നതിന് ശേഷം ബെൽറ്റ് എഴുത്തെപ്പോഴും ഈ കറങ്ങുന്ന റൊട്ടേഷൻ സൈഡിൽ വേണം എഴുത്തിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട്. എഴുത്തുള്ള സൈഡ് ഇത് നമ്മൾ ലോക്ക് ചെയ്യാണ്. ടെൻഷൻ ലോക്ക് ചെയ്തതിന് ശേഷം ചെറിയ തോതിൽ നിന്ന് പിടിച്ച് നോക്കുക. ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇനിയിപ്പം ഇതിൻ്റെ ടൈമിങ്ങിൻ്റെ കവർ വെച്ച് ബോൾട്ട് ഇട്ട് മുറുക്കുക. ടൈമിങ്ങിൻ്റെ ബോൾട്ട് 6 ഇട്ട് മുറുക്കുക. അതിനിടയ്ക്ക് നമുക്കൊരു ഡസ്റ്റ് കയറാതിരിക്കാനായിട്ടൊരു സീല് പോലത്തെ സാധനം ഉണ്ട്, അതും കൂടെ വെക്കുക ആ കൂടെ. എന്നാലേ അത് കറക്റ്റ് സ്റ്റഡി ആയിട്ട് നിൽക്കത്തുള്ളൂ. അത് ടൈമിങ് നമ്മൾ കറക്റ്റാണ് വെച്ചേക്കുന്ന ഇഞ്ചൻ പുള്ളിയുടെ മാർക്കും ആ മുകളിലത്തെ ഒരു ടൈമിംഗ് കവറിൽ മാർക്കുണ്ട്, അത് നേരെ വരും. ഇത് ഫൗണ്ടേഷൻ നമ്മൾ തിരിച്ച് പിടിപ്പിക്കുകയാണ്. ഇതിലാണ് കംപ്ലീറ്റ് ഇഞ്ചിൻ്റെ ബെഡെല്ലാം വരുന്നത്. ACയുടെ ഫ്രീ വീൽ ഇതിലാണ് വരുന്നത്. ഇത് ഒരു ബെഡാണ്. ഇത് AC കംപ്രസർ കയറ്റി പിടിപ്പിക്കുക. അതിന് 3 ബോൾട്ട് വരും. 12ൻ്റെ ബോൾട്ടാണ് നീളത്തിലുള്ള ബോൾട്ട്. അത് ടൈറ്റ് ചെയ്യുക. വാട്ടർ പമ്പിൻ്റെ പുള്ളിയാണ്. വാട്ടർ പമ്പിൻ്റെ 3 ബോൾട്ട്, 10ൻ്റെ 3 ബോൾട്ടാണ് വരുന്നത്. വാട്ടർ പമ്പിൻ്റെ പുള്ളി കുഴിവുള്ള സൈഡ് അകത്തോട്ട് വേണം പിടിപ്പിക്കാനായിട്ട്. ബെൽറ്റ് ഇടുകയാണ്. ഇതിന് ആൾട്ടർനേറ്റർ സാറിന് വരുന്നത് 4PK 720 ആണ്. 720 ചിലതിന് 730 വരാറുണ്ട്. ഈ വണ്ടിക്ക് 4PK
20 അടുത്തത് എ സിയുടെ ബെൽറ്റ് 3PK 760. ഇതിന് 760 വരുന്നത്. ചില വണ്ടികൾക്ക് 730 വരാറുണ്ട്. അത് കംപ്രസറിൻ്റെ വലുപ്പത്തിൻ്റെ പുള്ളിയുടെ വലുപ്പം അനുസരിച്ചിരിക്കും. ഇത് ചെറിയൊരു ഫ്രീ വീൽ അതായത് വെച്ചിട്ടുണ്ട്. ആ ഫ്രീ വീലിലാണ് നമ്മളിതിൻ്റെ എ സിയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. 4PK ബെൽറ്റ് ടൈറ്റ് ചെയ്യുന്നത് ആൾട്ടർനേറ്റർ തന്നെയുള്ള 12 സൈസ് ബോൾട്ടിലാണ് ടൈറ്റ് ചെയ്യുന്നത്. ഇത് ഫൗണ്ടേഷൻ നമ്മൾ വീണ്ടും അതിൻ്റെ റീഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൗണ്ടേഷനാണിത്. ഇഞ്ചൻ ബെഡ് റീഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളെല്ലാം പെർഫെക്റ്റ് ഓക്കെ ആക്കിയാണ്. ഇത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ട്യൂണിങ് എല്ലാം കറക്റ്റാണ്. ഒരു കുഴപ്പമില്ല. മിസ്സിങ് കാര്യങ്ങളൊന്നുമില്ല. പ്ലഗ് മാറേണ്ട അവസ്ഥ ഇല്ലായിരുന്നു. ഓരോ 10,000 പ്ലഗ് മാറേണ്ടതാണ്. അത് കറക്റ്റ് സമയത്ത് സർവീസിൽ മാറിയതുകൊണ്ട് ഇപ്പോൾ അത് മാറേണ്ട ആവശ്യമില്ല.